ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് 30 വയസ്സിന് ശേഷമുള്ള എൻ്റെ ഹെയർ കെയറിനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഹെയർ കെയറിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. ഞാൻ പണ്ട് എന്താണോ ചെയ്തിരുന്നത് അതുതന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. എൻ്റെ ഹെയർ ഒരിക്കലും ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ എൻ്റെ ഹെയറിനെ ഹെൽത്തി ഹെയർ എന്നാണ് ഞാൻ തന്നെ വിശേഷിപ്പിക്കുന്നത്. കാരണം എൻ്റെ ഹെയറിന് മുടി കൊഴിച്ചിലും മുടി പൊട്ടിപ്പോകുന്നതും വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഹെയർ ഹെൽത്തി ആയിട്ടിരിക്കാൻ ഞാൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം രാവിലെയും വൈകിട്ടും ഇതുപോലെ നന്നായിട്ട് മുടി ചീകുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ആഴ്ചയിൽ ഒരിക്കലുള്ള ഓയിൽ മസാജ്. പിന്നെ 3-4 ആഴ്ച കൂടുമ്പം ഷാമ്പു ഇട്ട് തലമുടി കഴുകും. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് മുടി നന്നായി ചീകി ഒതുക്കി കെട്ടിവെക്കും. ഇതുവരെ എൻ്റെ മുടിയിൽ ഞാൻ ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ടില്ല, ഹെയർ സ്ട്രെയിറ്റനിങ്ങും ചെയ്തിട്ടില്ല, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സും ചെയ്തിട്ടില്ല. നാച്ചുറൽ ഹെയർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഹെയർ കളേഴ്സും യൂസ് ചെയ്തിട്ടില്ല. ചില ബ്യൂട്ടി വ്ളോഗേഴ്സ് പറയാറുണ്ട്, മുടി തഴച്ചു വളരാൻ വേണ്ടി കാച്ചിയ എണ്ണ ഉപയോഗിക്കൂ, ആ ഷാമ്പു ഉപയോഗിക്കൂ, ആ മരുന്ന് ഉപയോഗിക്കൂ. പക്ഷേ ഇതിലൊക്കെ കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് മുടി നന്നായിട്ട് വളർന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ അഭിപ്രായത്തിൽ മുടി തഴച്ചു വളരുന്നത് കുറച്ചൊക്കെ ജെനറ്റിക്സ് ആണ്. ബാക്കി നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും. അല്ലാതെ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടോ എന്തെങ്കിലും കാച്ചിയ എണ്ണ യൂസ് ചെയ്തിട്ടോ മുടി നന്നായി വളർത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണല്ലോ. എന്തായാലും എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഹെയർ കെയർ ടിപ്സ് ഞാൻ അടുത്ത വീഡിയോയിലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ടിടണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. ഈ ഹെയർ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണം. ഇന്ന് ഒത്തിരി ആളുകൾ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിനെയൊക്കെ വിശ്വസിച്ച് ധാരാളം ഹെയർ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മുടിയെ സംരക്ഷിക്കാൻ ഉള്ളതാണോ അതോ അത് മുടിയെ ഡാമേജ് ചെയ്യുന്നതാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ഇനി പുതിയ വീഡിയോയുമായി ഉടനെ എത്താം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ഓഫ് യുവർ ഹെയർ.